എടാ ഇതുപോലെ ചെറിയ തരികിട പരിപാടിയായിട്ട് നടന്ന് നമുക്ക് തിരുവാഭരണം തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നാ അതിന് വലിയ തരികിട പരിപാടി എന്താന്ന് വെച്ചാ പറഞ്ഞത്? അതിനുള്ളൊരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരുന്നപ്പോ തന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു. എന്റെ ഒരു ഹോട്ട് സീറ്റിനെ കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓ അങ്ങനെ. എന്നിട്ട് എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മുൻകൂട്ടി പറഞ്ഞത്. ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്തല്ലത്. കാരണം എനിക്കെന്താ കൊമ്പുണ്ടോ? അല്ല, എനിക്കൊരു ഉപകാരം ചെയ്യൂ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഇല്ല, ഇയാളെ കൊമ്പുള്ളത് പോലെയാണ് ചില ഇന്റർവ്യൂ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേടി മറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ ഇൻട്രോ എന്റെ മുമ്പിൽ കൊണ്ടിട്ടത്. ഞാൻ ഇതാ എനിക്ക് ദേഷ്യം വന്നു. ഷാരിയുടെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടാണ് സഭ്യതയോടെ പെരുമാറുക. സഭ്യതയോടെ. ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മാഷേ, എനിക്ക് ഇയാളോട് 4 വർത്താനം പറയാൻ. എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ പറ. ആ സഭ്യത വിട്ട് പെരുമാറിയിട്ടില്ല. എനിക്ക് ഷാരികയോടാണ് പറയാനുള്ളത്. ഞാൻ എന്ത് സഭ്യതയാണ് കുറവാണ് ഇവിടെ കാണിച്ചത്? നിങ്ങൾ വന്നപ്പോഴേ നിങ്ങളെ പ്രകോപിപ്പിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് എന്നോട് പറയുകയാണ് മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു നേരാ, ഇത് വട്ട് തന്നെ മുഴുവട്ട് പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ രണ്ടര പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ അത് ശരി, സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. എന്താണ് ഇത്ര പറയാനുള്ളത്? ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇയാളെ പല ഇന്റർവ്യൂകളും കാണുമ്പോ എനിക്ക് ഒന്ന് പോയേ, ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷ്ണാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. ഈ ഭാർഗവേട്ടന്റെ ഒരു തമാശയല്ല കാര്യ തോന്നാറുണ്ട്. ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ എന്താ പഴം വിഴുങ്ങി ഇരിക്കുകയാണെന്നത്. കാരണം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? ഉത്തരം മുട്ടുന്നവർ അങ്ങനെ പലതും പറയും. പഴം വിഴുങ്ങി എന്നൊക്കെ തോന്നും. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞെന്നെ കാണിക്കല്ലേ വേണ്ടത്. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതെ, അത് മനസ്സിലായോ? അല്ല, അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. അതിനിത്തിരി പൊളിക്കും. തല്ലാനിത്തിരി പൊളിക്കും. അല്ല, പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. കഥാപാത്രം കൂടി ഒന്ന് വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ ഇത് കുറെ ആൾക്കാർ ആഗ്രഹിച്ച കാര്യമാണ്. നിങ്ങൾ എങ്ങനെ ഇത് കുറെ ആൾക്കാർ ആഗ്രഹിച്ച കാര്യമാണ്. രണ്ടുപേരും ഈക്വലായിട്ട് അഭിനയിച്ചു. അഭിനയത്തിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഈക്വലാണ്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഞാനല്ല ഇവിടെ മര്യാദ ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ സ്ത്രീയാണെന്നല്ലേ പറഞ്ഞത്. ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇത്രയും വേണ്ട, കുറച്ച് ചെയ്യോ ായിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഇതുവരെയൊക്കെ ചെയ്തതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, അതാണ് ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അല്ല അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.